ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ അതായത് 1201 ആണ്ടിൽ ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് 17/8/2025 മുതൽ 16/9/2025 വരെയുള്ള ഒരു മാസക്കാലത്തെ പ്രവചനങ്ങളാണ്. മകം പൂരം ഉത്രം അതായത് മകം പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. പൂജകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹത്തിന് വേണ്ടിയുള്ള സകല കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ പ്രയോജനങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. ഭഗവാന്റെ കടാക്ഷങ്ങൾ ലഭിക്കും. പലപ്പോഴും മാർഗമധ്യേ ശാരീരിക ഉപദ്രവങ്ങൾ ഏൽക്കാതെ രക്ഷപ്പെടാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ വഴി നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെ അപകടം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഭാഗ്യം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. പ്രത്യേകം തയ്യാർ ചെയ്ത വിശേഷപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ പാനീയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. സുഗന്ധ തൈലങ്ങളും വിശേഷപ്പെട്ട സുഗന്ധ തൈലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ബന്ധുക്കൾ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മനോവിഷമത്തിലിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് നിങ്ങളെ പല രീതിയിലും സഹായിക്കാനുള്ള സാധ്യതയും വളരെയധികം കാണുന്നു. പുതിയ വസ്ത്രങ്ങളും അങ്ങനെയുള്ള എല്ലാം ആഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. ധനലാഭവും പ്രതീക്ഷിക്കാം. പുതിയ തസ്തികയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ശാരീരിക സൗഖ്യം ലഭിക്കുന്നു. സർക്കാർ ഭാഗത്തു നിന്നും സമൻസോ നോട്ടീസുകളോ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതായത് ഇപ്പം ATM കാർഡ് അല്ലെങ്കിൽ പൈസ മറ്റുള്ള രേഖകളൊക്കെ മോഷണം പോകേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക. അഗ്നിബാധ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, തീ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. രോഗത്തിന് അടിമയായി ചിങ്ങക്കൂറുകാർക്ക് അല്പം ഒരു അവസ്ഥ മോശമായി വരേണ്ട ഒരു സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചാൽ മതി. മരുന്നൊക്കെ കഴിച്ചാൽ മതി, മാറും. രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. രോഗമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബന്ധുവിരഹം കാണുന്നു. അതായത് വേണ്ടപ്പെട്ട രക്തബന്ധുക്കളിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. അഷ്ടമശനി കാലമാണ്. അതിൻ്റേതായിട്ടുള്ള മനോവിഷമങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടായേക്കാം. ദശാസന്ധിയും അപകാരദശയും കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കൂ. ഒരു വ്യക്തിക്കോ അതേ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ നല്ല ഗ്രഹത്തിൻ്റെ ദശാസന്ധിയോ അപകാരദശയോ ഗ്രഹപകർച്ചയോ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം. മറിച്ചാണെങ്കിൽ മോശഗ്രഹത്തിൻ്റെ ദശാസന്ധിയോ അപകാരദശകളോ അല്ലെങ്കിൽ ഗ്രഹപകർച്ചയോ നടക്കുകയാണെങ്കിൽ മോശഫലങ്ങളായിരിക്കാം കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത്. ഒരു ജ്യോതിഷനെ കണ്ട് ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അമ്പലത്തിൽ പോവുകയോ വീട്ടിൽ നവഗ്രഹ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായതോ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ മലയാള മാസത്തിലെ പുതുവർഷത്തിൽ എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരുന്നു. കൂടാതെ തിരുവോണാശംസകളും ഞാൻ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.